1980 ഡിസംബർ 29 ടെക്സാസിലെ വിജനമായ ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോവുകയായിരുന്നു ബെറ്റി കാഷ്, റോബർട്ട് ലാൻഡ്രോ, പിന്നെ അവരുടെ കൊച്ചുമകനും. പെട്ടെന്നാണ് റോഡിന് തൊട്ടുമുകളിലായി ആകാശത്ത് ഒരു വിചിത്ര കാഴ്ച അവർ കണ്ടത്. ഒരു ഡയമണ്ട് ആകൃതിയിലുള്ള ഭീമാകാരമായ വസ്തു ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. അതിൽ നിന്ന് വൻതോതിൽ തീജ്വാലകൾ താഴേക്ക് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ആകാശത്തു നിന്നും ഉയർന്ന കടുത്ത ചൂട് കാരണം അവരുടെ കാറിന്റെ ഡാഷ്ബോർഡ് ഉരുകാൻ തുടങ്ങി. പേടിച്ചുപോയ ബെറ്റി കാറിൽ നിന്നിറങ്ങി ആ വസ്തുവിലേക്ക് നോക്കി. പക്ഷെ ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ആകാശത്ത് നിന്ന് വന്ന ആ ചൂട് കേവലം തീയായിരുന്നില്ല, മറിച്ച് മാരകമായ റേഡിയേഷൻ ആയിരുന്നു. പേടകത്തിൽ നിന്നുള്ള അമിതമായ ചൂട് താങ്ങാനാവാതെ അവർ കാറിനുള്ളിലേക്ക് ഓടിക്കയറി. തൊട്ടു പിന്നാലെ ആകാശത്ത് നിന്നും അവിശ്വസനീയമായ മറ്റൊരു കാഴ്ചയും കണ്ടു. ആ വിചിത്ര പേടകത്തിന്റെ ചുറ്റുമായി 23ഓളം US സൈന്യത്തിന്റെ ഡബിൾ റോട്ടർ CH-47 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ അകമ്പടി സേവിച്ച് പറക്കുന്നു. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ ആ അജ്ഞാത വസ്തുവിനെ വട്ടമിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രി വീട്ടിലെത്തിയ ആ 3 പേരുടെയും അവസ്ഥ ദയനീയമായിരുന്നു. മണിക്കൂറുകൾക്കകം അവരുടെ ശരീരത്തിൽ വലിയ പൊള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ചർമ്മം അടർന്നു വീഴാൻ തുടങ്ങി. മുടി കൊഴിഞ്ഞുപോയി. ഛർദിയും കഠിനമായ വയറുവേദനയും കാരണം അവർ കുഴഞ്ഞു വീണു. അടിയന്തരമായി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധിച്ച ഡോക്ടർമാർ ഞെട്ടിപ്പോയി. അവർക്ക് ഏറ്റത് സാധാരണ പൊള്ളലല്ല, ഒരു ആണവ വിസ്ഫോടനത്തിന് ഇരയായ ഒരാൾക്കുണ്ടാകുന്ന ആറ്റോമിക് റേഡിയേഷൻ ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അവർ മിലിറ്ററിക്കെതിരെ കേസ് കൊടുത്തു. എന്നാൽ US എയർഫോഴ്സും ഗവൺമെന്റും കോടതിയിൽ വിചിത്രമായ ഒരു മറുപടി നൽകി. അന്ന് രാത്രി ഞങ്ങളുടെ ഒരു ഹെലികോപ്റ്റർ പോലും ആകാശത്ത് ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു പേടകം ഞങ്ങൾ നിർമ്മിച്ചിട്ടുമില്ല. പക്ഷെ ആകാശത്ത് വെച്ച് കണ്ട റേഡിയേഷൻ കാരണം ബെറ്റി കാഷിന്റെ ആരോഗ്യം പൂർണ്ണമായി തകരുകയും വർഷങ്ങൾക്ക് ശേഷം അവർ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. എന്തായിരുന്നു അന്ന് രാത്രി ടെക്സാസിന്റെ ആകാശത്ത് പറന്നത്? ശാസ്ത്രജ്ഞരും ഇൻവെസ്റ്റിഗേറ്റർമാരും 3 പ്രധാന തിയറികളാണ് മുന്നോട്ട് വെച്ചത്. US സൈന്യം രഹസ്യമായി നിർമ്മിച്ച ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ തരം രഹസ്യ വിമാനം തകരാറിലായി അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. 2, അന്യഗ്രഹ ജീവികളുടെ പേടകത്തെ US സൈന്യം ആകാശത്ത് വെച്ച് വളഞ്ഞു പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. 3ാമത്തെ തിയറി, റേഡിയേഷൻ ചോർച്ചയുള്ള ഏതോ ഒരു രഹസ്യ ആയുധം കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു സൈന്യം. 23 ഹെലികോപ്റ്ററുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നിരവധി ആളുകൾ സാക്ഷ്യം പറഞ്ഞിട്ടും ആ അജ്ഞാത പേടകം എന്താണെന്നോ അതിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ഒരു കുടുംബം തകർന്നു പോയതിന്റെ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാൻ US ഗവൺമെന്റ് ഇന്നും തയ്യാറായിട്ടില്ല. അന്ന് രാത്രി ആകാശത്ത് നിന്ന് വന്ന ആ കുടുംബത്തിന്റെ ജീവിതം തകർത്ത ആ തീജ്വാല എന്തായിരുന്നു? ഗവൺമെന്റിന്റെ രഹസ്യ ആണവായുധമോ അതോ അന്യഗ്രഹ ജീവികളോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ.